ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 4 മണിക്കോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ കഴിക്കാവുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ്. വളരെ സോഫ്റ്റാണ്, സിമ്പിളാണ്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്. ഇത് ഹെൽത്തിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കൂടെ കൂട്ടണം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 5-6 ചക്കച്ചുള മാത്രമാണ്. ഇത് വരിക്കച്ചക്കയാണ്. ഇതിന് വേണ്ടുന്നത് കൂഴച്ചക്കയെ എടുക്കുക. ഇത് ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാൻ വേണ്ടിയാണേ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരച്ചിട്ടുണ്ട്. ഒന്നും കൂടെ നല്ലോണം അരയ്ക്കാൻ വേണ്ടി അല്പം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഭംഗിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടുന്നത് മുട്ടയാണ്. 2 മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ടയും ആ ജാറിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലവണ്ണം പഞ്ചസാര വേണ്ടുന്നവർക്ക് കൂടുതൽ ചേർക്കാം. ഇവിടെ കുറച്ച് പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ, എന്നുവെച്ചാൽ 2 സ്പൂൺ മാത്രം. പിന്നെ കാരണം ചക്കയ്ക്ക് മധുരം ഉള്ളതായതുകൊണ്ട്. ഇനി നമുക്കിതൊന്ന് ഭംഗിയായിട്ട് അരച്ചുകൊണ്ട് വരാം. എന്നിട്ട് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടുന്നത് ഒരു 6 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. അത് നമുക്കതിനകത്ത് ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി 2 സ്പൂൺ റവയും കൂടെ ഞാനിത് ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. അത് മധുരം ബാലൻസ് ചെയ്യാനാണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് അതിനകത്ത് കുറച്ച് ഞാൻ ഈ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഒരു വാനില എസൻസ് 2-3 തുള്ളി ഒഴിക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എണ്ണയാണ്, അല്ലെങ്കിൽ നെയ്യോ ചേർക്കാം. അതൊരു 2 സ്പൂൺ പിന്നെ എണ്ണ ഒഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നെയ്യോ 2 സ്പൂൺ അതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഭംഗിയായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നീട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ എണ്ണയോ നെയ്യോ ചേർത്ത് അത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ഓവനിലും വെക്കാം. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇഡ്ഡലി പാത്രത്തിലാണ്. ഇതിലാണ് ഇത് ചേർത്തിരിക്കുന്നത്. ഇതേ കൺസിസ്റ്റൻസിലാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൂടുതൽ വെള്ളമൊന്നും ഉപയോഗിക്കരുത്. ഇനി ഇതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോഴത്തേക്ക് ഞാൻ ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഏത് നട്ട്സ് വേണമെങ്കിലും ഇടാം. ഞാൻ 2 പരിപ്പാണ് കുറച്ച് വെച്ചിരിക്കുന്നത്. ഒരു രസത്തിന് വേണ്ടി വെച്ചതാണ്. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ കണ്ടോ നല്ലവണ്ണം ആവിയായി വന്നിട്ടുണ്ട്. ഒരു ഈർക്കിൽ വെച്ചിനും കുത്തി നോക്കിയിട്ട് അതിനകത്ത് ഒന്നും പറ്റി പിടിച്ചിട്ടില്ല. ഇനി നമുക്കിതൊന്ന് പുറത്ത് വെച്ച് ഒരു 5-6 മിനിറ്റ് തണുപ്പിച്ചെടുക്കാം. കണ്ടോ, 6 മിനിറ്റോളം ആയി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ ഭംഗിയായിട്ട് ഇളകി വന്നിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റാണ്. ഇത് ചക്ക വെച്ചായതുകൊണ്ട് നല്ല ഹെൽത്തിയാണ്. പിള്ളേരൊക്കെ
പിന്നെ ചക്കയൊന്നും അധികം കഴിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുമാത്രമല്ല നല്ലൊരു വൈകിട്ട് ചായക്ക് കഴിക്കാനൊരു ഹെൽത്തി സ്നാക്സാണ്. അതുപോലെ രാവിലെ നമുക്കിത് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ആൾ.